കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളാണ് ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ചർച്ചയായിരിക്കുന്നത്. എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങളെന്ന് നോക്കാം ഓൺലൈൻ മലയാളത്തിലൂടെ. അതിനു മുന്നേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മുതൽ ഓരോ 5 വർഷം കൂടുമ്പോഴുള്ള ശമ്പള പരിഷ്കരണത്തിന് പകരം അത് 10 വർഷത്തിലൊരിക്കൽ ആക്കി മാറ്റണമെന്ന ആലോചനകളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്. ഇതിന് പകരമായി ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷാമബത്തയും മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങാതെ കൃത്യസമയത്ത് നൽകാനാണ് UDF സർക്കാരിൻ്റെ ആലോചന. നിലവിലുള്ള ശമ്പള പരിഷ്കരണ കമ്മീഷനിലെ അംഗങ്ങളെല്ലാം LDF സർക്കാരിൻ്റെ താൽപ്പര്യപ്രകാരം വന്നവരായതിനാൽ അവർ തുടരുന്നതിൽ UDF സർക്കാരിന് താൽപ്പര്യമില്ല. എങ്കിലും അധ്യക്ഷനെ മാറ്റുന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യതയാണ് അതുണ്ടാക്കിയത്. ഇതേ തുടർന്ന് പിന്നീട് DA വിതരണം നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. ജീവനക്കാരുടെ ശക്തമായ പ്രതിഷേധത്തിനൊടുവിലാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് DA കുടിശ്ശിക അനുവദിച്ചത്. ഈ കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യ തുക നൽകുമെന്ന് ഉത്തരവിട്ടിട്ടുണ്ടെങ്കിലും ഈ ബാധ്യത ഏറ്റെടുക്കുന്നതിൽ പുതിയ സർക്കാർ ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. എങ്കിലും ഇനി 10 വർഷത്തിലൊരിക്കൽ മതി ശമ്പള പരിഷ്കരണം എന്ന തീരുമാനത്തിലേക്കാണ് പുതിയ സർക്കാർ നീങ്ങുന്നത്. ഈ പുതിയ തീരുമാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റിലൂടെ അറിയിക്കൂ. കൂടുതൽ പുതിയ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.